യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ എല്ലാത്തിനും ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ ഓൾട്ടോ ഞാൻ വിറ്റ് കഴിഞ്ഞു. ഫസ്റ്റിനായ കണ്ടതും ഇഷ്ടപ്പെട്ടതും എന്തിനും കല്യാണം കഴിയുന്നിടം വരെ എന്തിനും ഈ നിമിഷം വരെ എൻ്റെ കൂടെ അവൻ ഉണ്ടായിരുന്നു കഴിഞ്ഞു. രാവിലെ എഴുന്നേറ്റതിൻ്റെ ഒരു ഇതാണ് എൻ്റെ മോന്തയിൽ കാണുന്നത്. ഫസ്റ്റിന് ഇത്തിരി കൂടെ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് കുഴപ്പമില്ല. ഗൈസ് എന്നും രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവളെ കൊണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നും അല്ല വിഷയം. നമ്മുടെ കണ്ടന്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഓൾട്ടോ, നമ്മുടെ ഈ കാറ് നമ്മൾ വിൽക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മുടെ വണ്ടി എടുക്കാൻ ആള് വരും. അപ്പൊ ഒരുപാട് അതെ നമ്മുടെ ഈ കാറിലെ അവസാനത്തെ വീഡിയോ ആണിത്. ഒരുപാട് ഓർമ്മകളും ഒരുപാട് അനുഭവങ്ങളും ഉള്ള ഒരു കാറായിരുന്നു ഇത്. അപ്പോൾ അതിന്റെ വിഷമങ്ങളും പിന്നെ വിഷമമുണ്ട്. പിന്നെ നമ്മൾ പകരം പുതിയൊരു കാർ എടുക്കുന്നുണ്ട്. പുതിയൊരു കാർ എടുക്കുന്നുണ്ട്. സോ അതിന്റെ സന്തോഷമുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെട്ട് ഇദ്ദേഹത്തെ സ്പെൻഡ് ചെയ്തതും ഞാൻ പ്രപ്പോസ് ചെയ്തതും ഈ കാറിൽ വെച്ചാണ്. ഞാൻ ഇങ്ങനെ ആലപ്പുഴ ബൈപ്പാസിൽ കൂടെ പോകാൻ നേരത്ത് ഞാൻ ഇവിടെ പ്രപ്പോസ് ചെയ്തതും ഡാൻസ് കളിച്ചതും പാട്ട് പാടിയതും എല്ലാം ഇതിനകത്താണ്. അപ്പം ഇവളുമായിട്ട് ഒരുപാട് ഓർമ്മകൾ, അല്ലെങ്കിൽ ഇവളുമായിട്ട് ഓർമ്മകൾ കൂടുതലും ഈ കാറിലാണ്. നമ്മുടെ ഒരുപാട് യൂട്യൂബേഴ്സായിട്ട് കേരളത്തിൽ ഒരു കാസർഗോഡ് ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലയിലും പട്ടിയോട്ടം പോലെ ഇത് ഓടിയിട്ടുണ്ട്. സോ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉള്ളൊരു വണ്ടിയും കൂടാണ്. പക്ഷെ നമ്മളൊരു ലൈഫിലൊരു അപ്ഗ്രേഡ് വരുമ്പോൾ നമ്മൾ കമ്മിറ്റ്മെന്റ് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. അല്ലെ പിന്നെ അത്രയും പൂത്ത പൈസ വേണം. അപ്പൊ പൂത്ത പൈസ ഒന്നും ഇല്ല. സോ നമ്മളൊരു അപ്ഗ്രേഡിന് വേണ്ടി നമ്മുടെ ഈ കാർ കൊടുക്കാൻ പോവുകയാണ്. സോ ദിസ് ഈസ് അവർ ലാസ്റ്റ് റൈഡ്. പോയാലോ? അല്ലെങ്കിൽ സമയം താമസിക്കും ഗൈസ്. എന്തിനാ കാര്യം? നിനക്കൊന്നും പറയല്ലേ? ഇനി ഇവള് കുറച്ചു നേരം പറയാം, ഞാൻ വണ്ടി ഓടിക്കട്ടെ. എനിക്ക് ഭയങ്കര ഒരു വിഷമം പോലെ. എന്താ വെച്ചാല് ഈ പറഞ്ഞ നമ്മൾ പറയത്തില്ലേ, ഫസ്റ്റ് കാറല്ലേ ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഫസ്റ്റ് കാറായത്. അപ്പൊ നമുക്ക് എപ്പോഴും ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കണം. അത് മാത്രമല്ല കൊറേ എമർജൻസി സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാറാ. അതായത് എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഭയങ്കര അത്രയും ഒരു ബെൻസും ഓടാത്ത അത്രയും നല്ല രീതിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാറാണ്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമാ. ഞങ്ങള് പുതിയ കാർ എടുക്കുവാണെങ്കിലും ഈ ഓൾട്ടോ കൊടുക്കത്തില്ല. നമ്മുടെ മറ്റേ CID മൂസയിലെ ആ കാറ് ദിലീപ് വെച്ചിരിക്കുന്ന കണക്ക് നമ്മള് വിൽക്കത്തില്ല. അതേപോലത്തെ ഒരു കാറാ സത്യം പറഞ്ഞ ഇത്. നമ്മള് വിൽക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചതാ. പക്ഷേ നസർ പറഞ്ഞ പോലെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും വെച്ചോണ്ടിരിക്കണ്ടെന്ന് പറഞ്ഞത് നമ്മളങ്ങനെ വെക്കാറ്. പിന്നെ ഇതിന് ഓർമ്മകളല്ലാതെ വേറെ ഗുണങ്ങളൊന്നും ഇല്ല ഗൈസ്. അതായത് ഇത് പെട്രോൾ വണ്ടിയാണ് ഓൾട്ടോ, എല്ലാവർക്കും അറിയാം. ഞാൻ ഇതിനകത്ത് നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാനിത് നമ്മളെ യൂട്യൂബിന്റെ റവന്യൂ വെച്ച് ഫസ്റ്റ് വാങ്ങിയ വണ്ടിയാണ്. സോ ഗൈസ് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ പട്ടി ഓട്ടോ ഓടി, യൂട്യൂബേഴ്സായിട്ടൊക്കെ ഓടി. അപ്പൊ അന്ന് എനിക്ക് ഒരാളായിരുന്നു ഞാൻ. ആ ഒരാൾക്ക് ഈ വണ്ടി ധാരാളമായിരുന്നു. അപ്പൊ എന്നിട്ട് ഒരുപാട് പേര് പറഞ്ഞു, ഗൈസ് അളിയ വലിയ വണ്ടിയാണ് അളിയ, നിന്റെ പൈസ ഉണ്ടല്ലോ, നീ വലിയ വണ്ടി എടു. അപ്പൊ ഞാൻ അന്ന് മറ്റേ ഭയങ്കര ഇതായിട്ട് ആലോചിച്ചിട്ട്, മെച്യൂർഡായിട്ട് ആലോചിച്ചിട്ട് എനിക്കപ്പം എന്റെ മനസ്സിൽ തന്നെയാണ്, എത്ര വലിയ വണ്ടി എടുത്താലും കൂടിപ്പോയി ഒരാഴ്ച വന്നല്ല വണ്ടി എടുത്ത പൊള്ളിയുടെ എന്ന് പറയും. രണ്ടാമത്തെ ആഴ്ച അത് കൊണ്ടടക്കണം നമ്മൾ തന്നെ. സോ നമ്മളത് വെറുതെ ബുദ്ധിമുട്ടാവും. എനിക്കൊരു AC-യും വെയിലും ഉള്ളാതെ പോകണമെന്നുള്ളൊരു ഇതേ ഉള്ളു. അങ്ങനെയാണ് ഞാൻ വലിയ കാര്യത്തിൽ ഇത് എടുത്തത്. പരിചയപ്പെട്ടപ്പോ പോലും ഞാൻ യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ല. ഞാൻ ഇവിടെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കാര്യം. ഓൾട്ടോ ഞാൻ കുറ്റപ്പെടുത്തുമല്ല, എൻ്റെ ലൈഫിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു ഈ കാറില്. പക്ഷെ ഈ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് പേര് ജഡ്ജ് ചെയ്യുന്നു. അതെ, പിന്നെ ഇവളെ കല്യാണം കഴിഞ്ഞിട്ട് ഇവളുടെ കൂടെ ഒക്കെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതിൻ്റെതായ ചില ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങൽ മീൻസ്. അപ്പോൾ ഞാൻ എടുത്തു പറയണം, വണ്ടിയെ കുറ്റം പറയാം. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഇവളുടെ ഈ വണ്ടിയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ ഒരു പോരായ്മ. ഇപ്പോൾ ഓരോ സർക്കിൾ അനുസരിച്ചിരിക്കില്ല. അപ്പോൾ നമ്മളെ ഒരു സർക്കിളിൽ നമ്മൾ ഈ വണ്ടിയായിട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു ഇതായിപ്പം. പക്ഷെ എല്ലാവർക്കും നമ്മളെ അറിയാം, എന്നാൽ പോലും അതിൻ്റെതായ ഒരു വിഷമം. ഇപ്പം ഒരു പ്രൊമോഷന് പോവുകയാണെങ്കിൽ
കടയിൽ അവര് ചിലപ്പോ മറ്റേ പിന്നെ ഭയങ്കര ഇഷ്യൂ, ഭയങ്കര ഈഗോ ഇഷ്യൂ ആയി പിന്നെ. ലിബ്രാസർ അതല്ല വേറെ ആരും ഈ കാർ കയറുന്നത് അവര് ഇഷ്ടമല്ല. അത് കാറ് ഇതായതുകൊണ്ടല്ല, അവര് നാണക്കേടായി കാറെന്ന് പറയുന്നത്. ഞാനിപ്പോ അങ്ങനെ വിളിക്കാറും പിന്നെ നമ്മളെ ഏറ്റവും അടുപ്പം അല്ലാത്തവരുടെ അടുത്തൊക്കെ ഞാൻ ഈ കാറിൽ പോകാറുമില്ല. ഞാൻ നാട്ടിലാണെങ്കിൽ നമുക്ക് ഇന്നോവയൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ വന്നിപ്പോ സെറ്റിൽ ആയതിനു ശേഷം ഞാൻ ചിലപ്പം കാറുമായിട്ട് പോയിട്ട് എവിടെയും അതാണ് മെയിൻ ആയിട്ട്. കൊല്ലത്തായിരുന്നപ്പോ നമ്മളത് അറിഞ്ഞില്ല, കാരണം ഇന്നോവ ഉണ്ടായിരുന്നു. നമ്മുടെ ലോക്കൽ ആവശ്യങ്ങൾക്ക് മാത്രമേ ഓൾട്ടോ എടുക്കത്തുള്ളൂ, അല്ലാത്തപ്പോ ഇന്നോവയാ. കൊച്ചിയിലേക്ക് മാറിയപ്പോ എല്ലാത്തിനും ഈ കാറ് തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്. പിന്നെ ഓരോ സബ്സ്ക്രൈബേഴ്സ് തിരിച്ചറിയുമ്പോ അവര് ഇങ്ങനെ ആയിരിക്കും, ബ്രോ ഞാൻ ഇവിടെ ഇരുന്നോണ്ട് ഇങ്ങനെ ടാറ്റ അടിക്കണം. ഡിഫൻഡറിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വിഷമം. അതിപ്പോ എങ്ങനെ പറയണമെന്ന് അറിഞ്ഞോളൂ. അത് നിങ്ങൾ അഹങ്കാരമായിട്ട് വിചാരിക്കരുത്. അല്ലെങ്കിൽ നിനക്ക് അതെങ്കിലും ഇല്ലേടാ, അതുപോലും ഇല്ലാത്തവരും ഇല്ലേടാ, അതെങ്കിലും ഉണ്ടല്ലോ, അപ്പൊ നീ അത് വെച്ച് ഇതാക്കുക, അല്ല നീ കൊമ്പത്ത് അങ്ങനൊന്നും ചിന്തിക്കരുത്. ഇത് വേറൊരു വിഷമമാണ്. ഈ വിഷമം എങ്ങനെയാണെന്ന് നീ പറഞ്ഞറിയിക്കാൻ അറിഞ്ഞോളാം. പിന്നെ ഇതേപോലെ പ്രൊമോഷന് ആണെങ്കിൽ അവർ ചിലപ്പം ലിബ്രാസർ വരും. അപ്പൊ അവര് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സീനിനകത്ത് ഈ വണ്ടി കാണത്തില്ല. അപ്പൊ നമ്മള് മറ്റേ കുബേരൻ സിനിമയിലാണൊക്കെ എന്നും പറഞ്ഞായിരിക്കും വണ്ടി ചെന്ന് കയറുന്നത്. പക്ഷെ എന്നാൽ പോലും വണ്ടി ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുണ്ട്. പിന്നെ എന്നെ ഇതുവരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല ഈ വണ്ടി ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. പിന്നെ ഞാൻ അതുപോലെയാണ് നോക്കിയത്. നമ്മളടുത്ത് വരുന്നവരെല്ലാം നമ്മൾ പൊന്നോലാണ് നോക്കുന്നത്. ജീവനുള്ളതാണേലും ജീവൻ ഇല്ലാത്തതാണേലും. ഞാനിങ്ങനെ സംസാരിക്കുന്ന അടിച്ച് ഫിറ്റായിട്ടൊന്നുമല്ല കേട്ടാ. ഞാൻ ഇന്നലെ 3 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. എൻ്റെ ഫ്രണ്ട് എയർപോർട്ടിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ 4 മണിയായി. അപ്പൊ ഇപ്പൊ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഞാൻ കണക്കൂട്ടി നോക്കി 5, 6, 7, 8, 9 5 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. സോ ഗൈസ്, ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോ പറയുന്നത്. നമ്മൾ കാർ അപ്പൊ എടുക്കാൻ പോവുകയാണ്. അപ്പൊ കാർ എടുക്കാൻ ഇപ്പൊ എത്ര മണിയായി? 9:30 10 മണിയാകുമ്പോ അവര് വരും. അപ്പൊ അതൊക്കെ മുന്നേ ആക്കിയിട്ട് തിരിച്ചു പോയി ഇതിനകത്ത് കുറച്ച് എണ്ണയും അടിച്ചിട്ട് ഒരു സ്റ്റാൻഡേർഡിന് പിന്നെ ഇതിന്റെ എയർ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നമ്മൾ വണ്ടി അവിടെ കൊണ്ടിടും. അപ്പോൾ അവർ വരും, നമ്മുടെ ഇദ്ദേഹവുമായി അവർ യാത്രയാണ്. അതിന് മുന്നേ എന്തൊക്കെ പണിയുണ്ട് ഗൈസ്. നമ്മുടെ ഈ വണ്ടിയിലെ ലിബ്രാസറിന് അടിച്ചതൊക്കെ ഉളകി കളയണം, ഫാസ്റ്റാഗൊക്കെ വലിച്ചൂരി കളയണം, അങ്ങനെ ഒരുപാട് സീനൊക്കെ ഉണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് പഠിച്ചു തീർന്നു. സാധനങ്ങളൊക്കെ എടുക്കണേ. അപ്പൊ നീ തിരിച്ചൊരു വണ്ടി കാണത്തില്ല കേട്ടോ ഗൈസ്. അപ്പൊ ഇവിടാണ് ഞാൻ എന്നും ഫസ്റ്റിനെ കൊണ്ടാക്കുന്നത്, ആലുവ മെട്രോ സ്റ്റേഷൻ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവളെ എവിടുന്നേലും എടുത്തോണ്ട് പോ. എന്നും രാവിലെ ഉറക്കം എഴുന്നേറ്റ് ശല്യപ്പെടുത്തുവാണ്. എനിക്ക് സമാനത്ത് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. നാളെയും കൂടി സഹിച്ചാ മതി. എന്താടി നാളെ പറയാം. ബൈ അയ്യോ, ഞാൻ തിരിച്ചു പാർക്കിംഗ് കാലിയായിരിക്കല്ലേ. ഓക്കെ ബൈ, പോട്ടോ. അസ്സലാമു അലൈക്കും. ഫസ്റ്റിനെ ഭയങ്കര ഇമോഷണലി വീക്കായിട്ടുള്ളൊരു, അങ്ങനെയാണോ ഈ ഒരു ഇതിന് പറയുന്നത്? ഇമോഷണലി വീക്കാണ് സംഭവം. പുള്ളിക്കാരി ഇങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ ഭയങ്കര വിഷമമാണ്. അത് ഇപ്പൊ നമ്മളൊരു കാർ വിൽക്കാൻ പോകുന്ന കാർ എനിക്കാണ് ഏറ്റവും കൂടുതൽ വിഷമം വരേണ്ടത്. കാരണം ഞാനാണ് വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഇത്രയും എല്ലാവരും ആയിട്ട്. അപ്പൊ അവർക്ക് അവളുടെ ഒരു ലൈഫ് വെച്ചിട്ട് നോക്കുമ്പം പ്രപ്പോസ് ചെയ്തതും കണ്ടതും പരിചയപ്പെട്ടതും കറങ്ങി നടന്നതും എല്ലാം ഈ വണ്ടിക്കത്. സോ അതിൻ്റെതായ വിഷമം അവൾക്കുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓർമ്മകളെ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മുടെ വണ്ടി എടുക്കാൻ ആള് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇവിടെ അടുത്ത് വന്നിട്ട് പിക്കപ്പ് ആയതുകൊണ്ട് തന്നെ പുള്ളി ബസ്സൊക്കെ കയറിയാ വന്നത്. സോ അദ്ദേഹത്തെ പോയി പിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വണ്ടി കൊടുത്തയക്കാം. പറഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ വിഷമം വരും. പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ വിഷമമൊന്നും ഇല്ല. ചിലപ്പോൾ അറിഞ്ഞൂടെ എന്താന്ന്. അങ്ങനെ വണ്ടി എടുക്കാൻ അവസാനം ആള് വന്ന് എന്നെ കൊണ്ട് ഒരു 10-20 ഒപ്പൊക്കെ ഇടിപ്പിച്ച് അതിന്റെ പേപ്പർ ഫോർമാലിറ്റി കഴിഞ്ഞ് വണ്ടിയൊക്കെ ഓക്കെ ആണെന്ന് അയാൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ മുഖം ഇങ്ങനെ